CPI നേതാവ് ശ്രീ എ സമ്പത്ത് നമുക്കൊപ്പം. ശ്രീ എ സമ്പത്ത്, ഈ പ്രശ്നം മുനമ്പം പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാവുന്നത് പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ സംഘപരിവാർ കക്ഷികൾക്ക് മുതലെടുപ്പിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു CPM-ഉം ഇടത് സർക്കാരും. ഇതാണ് കോൺഗ്രസും UDF-ഉം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴും അത് ആവർത്തിച്ചിരിക്കുന്നു. അതല്ലേ നടക്കുന്നത്? അതിനിടയിൽ ഇനിയിപ്പോൾ പാർട്ടി കോൺഗ്രസിൽ നിന്നും അവധിയെടുത്ത് പാർലമെന്റിലെത്തി ഇതിനൊപ്പം നിന്ന് പ്രതിഷേധിച്ചിട്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക? അമെന്റ്മെന്റ് ബിൽ 2024 ലോക്സഭയിൽ അവതരിപ്പിച്ച വേളയിൽ തന്നെ ലോക്സഭയിലെ CPM ഗ്രൂപ്പിന്റെ നേതാവ് കെ രാധാകൃഷ്ണൻ ഇതിന്റെ ഭരണഘടനാ വിരുദ്ധത ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടത് വളരെ കുറച്ച് സമയമാണെങ്കിൽ പോലും അദ്ദേഹം ഇതിന്റെ ഭരണഘടനാ വിരുദ്ധത, ഭരണഘടനാ സാധുതയില്ലാത്ത ഈ ബില്ലിനെ സംബന്ധിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഞങ്ങൾക്കാകെ 4 MP-മാരാണ് ലോക്സഭയിലുള്ളത്. കെ രാധാകൃഷ്ണനും അമ്രാറാമും എസ് വെങ്കടേശനും ആർ സച്ചിദാനന്ദൻ. 2 പേര് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, ഒരാൾ രാജസ്ഥാനിൽ നിന്നും ഒരാൾ കേരളത്തിൽ. CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരുന്നതിൽ നിന്ന് ആ MP-മാര് സുമനസാലെ അവധിയെടുത്തിട്ട് പോവുകയാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ MP-മാർ അവർ MLA-മാരായിരുന്നാലും ഏത് ജനപ്രതിനിധികളായിരുന്നാലും അവർ പാർട്ടിയുടെ അറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ, അതിന്റെ വിപ്പ് ഇതെല്ലാം പാലിക്കാൻ ബാധ്യസ്ഥ. ഞങ്ങൾ പാർലമെന്ററി പ്രവർത്തനത്തിനെ കാണുന്നത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പാർട്ടി പ്രവർത്തനത്തിന്, പാർട്ടി സംഘടനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് പാർലമെന്ററി പ്രവർത്തനത്തിന് കാണുന്നത്. ആദ്യമേ പറഞ്ഞത് മറ്റു പാർട്ടികളുമായി ഞങ്ങൾ ഇക്കാര്യത്തിൽ വ്യത്യസ്തത. പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം എന്ന് അപർണ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് വിശേഷിപ്പിക്കാവുന്നതായിട്ടുള്ള പാർട്ടി കോൺഗ്രസ്, പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ തന്നെ ഈ 4 അംഗങ്ങൾ, ലോക്സഭാംഗങ്ങൾ നിർബന്ധമായും ലോക്സഭയിൽ ഹാജരായി നാളെ ഈ ബില്ല് വരുമ്പോൾ അതിനെ എതിർക്കാൻ, ഇതിന്റെ അവതരണ വേളയിൽ തന്നെ രാധാകൃഷ്ണൻ എതിർത്തതാണ്. ഞാൻ ആ കാര്യം പറഞ്ഞാണ്, ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ആ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ എതിർത്ത് വോട്ട് ചെയ്യുമെന്നുള്ളത് മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ തന്നെ നേതൃയോഗം ഡൽഹിയിൽ ചേരുകയും ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും BJP-യുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടി മനുഷ്യ മനസ്സുകളിൽ വല്ലാത്ത വർഗീയതയുടെ വേലിക്കെട്ടുകൾ, വിഷമുള്ളുകൾ, അത്തരത്തിൽ വേലികൾ തീർക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതായിട്ടുള്ള വിവിധ നിയമനിർമ്മാണങ്ങളിൽ ഒന്നായി ഇതിനെ കണ്ടുകൊണ്ട് തന്നെ ഇതിനെ ശക്തിയായി എതിർക്കാനും ഇതിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കാനും ഇതിന്റെ ഭരണഘടനാ വിരുദ്ധത എന്നുള്ളത്, ഇതിന്റെ ജനവിരുദ്ധത എന്നുള്ളത്, ഇന്ത്യയുടെ ഭരണഘടന വിവക്ഷിക്കുന്ന മതനിരപേക്ഷക്കെതിരായിട്ടുള്ളതാണ് ഇത് എന്നത് തുറന്നു കാണിക്കുകയായിരുന്നു. ഇത് എങ്ങനെയെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലെ അനുച്ഛേദം 14-ന് വിരുദ്ധമാണ്. അനുച്ഛേദം 15-ന്, ആർട്ടിക്കിൾ 14-നും 15-നും വിരുദ്ധമാണിത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3-ൽ വിശേഷിപ്പിക്കപ്പെടുന്ന അനുച്ഛേദം 25-നും ആർട്ടിക്കിൾ 26-ന് ഇക്കാര്യത്തിൽ അനുച്ഛേദം 25-നും 26-നും വിരുദ്ധമാണ്. വളരെ ദുഷ്ടലാക്കോടുകൂടിയാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി മുമ്പാകെ വരുമ്പോഴും ഇക്കാര്യത്തിൽ അതിലെ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട അംഗങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് അതിന് മറുപടി പറയാനോ അതിന് പരിഹാരം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്ക് പരിഹാരം തേടാനോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയും, ഇപ്പോൾ പാർലമെന്റേറിയന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ടേക്കിംഗ് എവിഡൻസ് ആൻഡ് ഒപ്പീനിയൻസ് ഫ്രം ദ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. അത്തരത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിനാണ് നിർദ്ദേശങ്ങൾ ഇവിടെ വന്നത്. ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് ഇതെല്ലാം വെട്ടി അങ്ങ് തള്ളുകയാണ് എന്നുള്ള നിലയിലേക്ക് വരികയാണ്. ഇവിടെ ഇത് അംഗീകരിക്കപ്പെടാൻ കഴിയില്ല. ഇത് ഈ രാജ്യത്ത് ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളും ഇന്ത്യയിലെ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻസ് അടക്കം BJP-യുടെയും BJP-യെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് നിയന്ത്രിച്ചു കൊണ്ടിരുന്ന RSS സെൻട്രൽ സ്റ്റേജിലേക്ക് വന്നിട്ടുള്ള ഒരു കാലത്ത് എല്ലാം ഇത്തരത്തിൽ കൈപ്പിടിയിൽ ഒതുക്കുന്നതിനും ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്നതിനും അവര് ഒരു ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞാൽ, ഒറ്റ സെക്കൻഡ് കൊണ്ട് പറഞ്ഞാൽ, ഇവിടെ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ് ഇതിന് ചേരുന്നത്. ഭരണഘടനയുടേതായ വിവിധ വകുപ്പുകളെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പുതിയ ചില നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നും ഞങ്ങൾ പുതിയ വഴികളും വാതായനങ്ങളും വെട്ടിത്തുറക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് വഖഫ് ബോർഡ് എന്നുള്ളതും ആ വഖഫ് നിയമം എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇത് പൂർണ്ണമായി അട്ടിമറിക്കുകയാണ്. ഇവിടെ മുനമ്പം വിഷയവും ഇതുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല.
മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് അവിടുത്തെ ഭൂമി, അത്തരത്തിൽ അവിടുത്തെ കിടപ്പാടം, അവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെടാതെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമപരമായ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അത് നിയമപരമായ പ്രക്രിയ എന്ന് പറയുമ്പോൾ ഞാൻ തൊഴിൽ കൊണ്ട് അഭിഭാഷകൻ കൂടിയായതുകൊണ്ട് പറയാം, ഒരു ചാനൽ ചർച്ചയിൽ തീർക്കാൻ കഴിയുന്നതോ പെട്ടെന്ന് ഒരു നിയമനിർമ്മാണം കൊണ്ട് മാത്രം അക്കാര്യത്തിൽ പരിഹാരം പക്ഷേ ശ്രീ എ സമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം ആ റെഫറൻസ് ഇതിന് ചേരുന്നതല്ല എന്നുള്ള വിമർശനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായതാണ്. എന്നിട്ടും ഇത് നീട്ടി കൊണ്ടുപോകുമ്പോൾ ഇത് കോൺഗ്രസിന്റെ തലയ്ക്ക് മുകളിൽ ഒരു വാള് പോലെ നിൽക്കുന്നു. KCBC യുടെ നിലപാട് ഒരു വശത്ത് നിൽക്കുന്നു. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രതിപക്ഷമായി വേണ്ടത് കോൺഗ്രസിനെ അല്ല, പകരം BJP ആണ് എന്നുള്ളൊരു നിലയിലേക്കാണോ എത്തിക്കുക? ഇതേത് തരത്തിലുള്ള പ്രതികരണമാണ്? സഭയൊക്കെ കോൺഗ്രസിനെ പരിപൂർണമായിട്ട് കൈവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെ ഇടതുപക്ഷത്തിന് ഗുണമാകും? അല്ല, ഞങ്ങളിപ്പോ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്നുള്ളത് കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നതായിട്ടുള്ള മുദ്രാവാക്യങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുകയോ ജനങ്ങൾക്കിടയിലേക്ക് ഒരു അത്തരം കാര്യങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ അതിന്റെ പരാജയമായോ ഒരിക്കലും കാണേണ്ടതായിട്ടില്ല. അറിയാലോ, സുപ്രീം കോടതിയിൽ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കേസ്, ആ കേസ് കൊടുത്തതായിട്ടുള്ളത് അവസാനം വരെ പൊടിയതായിട്ടുള്ള ഏക രാഷ്ട്രീയ കക്ഷി എന്നുള്ളത് CPIM ആണ്. നമ്മൾ എന്നും ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുമ്പോൾ അറിയേണ്ടത് മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ടുണ്ടായത് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ള കേസ്, അന്നത്തെ അവിമുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് AKG ആണ് ആദ്യമായി എത്തുന്നത്. ആ കേസിൽ സുപ്രീം കോടതി ഭൂരിപക്ഷ വിധി അനുസരിച്ച് സഖാവ് AK ഗോപാലൻ എതിരായിട്ടാണ് പറഞ്ഞതെങ്കിലും പിന്നീട് മനേക ഗാന്ധിയുടെ കേസ് 4 നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും അതേ സുപ്രീം കോടതി തന്നെ പണ്ടുണ്ടായ തങ്ങൾക്ക് പറ്റിപ്പോയ ഒരു പിശക് തിരുത്തിക്കൊണ്ട് പറയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ മൗലികാവകാശങ്ങൾ അത്രമാത്രം ദൂരീകരിക്കുന്നു. ബിൽക്കിസ് ബാനു കേസിൽ അറിയാമല്ലോ, ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നീണ്ട 14 വർഷക്കാലം ആ അമ്മയ്ക്ക്, ആ വനിതയ്ക്ക്, ഇന്ത്യൻ പൗരന് കൂട്ടബലാത്സംഗത്തിന് വിധേയമായ ആ സ്ത്രീ ബിൽക്കിസ് ബാനു എന്ന സമൂഹത്തിന് മുമ്പിലടക്കം പറയേണ്ടി വന്ന ആ സ്ത്രീക്ക് സഖാവ് സുഭാഷിണി അലി നൽകിയതായ ഒരു പിന്തുണയുണ്ട്. CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ. ഞങ്ങൾ ഇത്തരത്തിൽ എടുത്തിട്ടുള്ളത് ഈ നിരവധി പോരാട്ടങ്ങൾ, അത് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അത് നിയമപരമായ പോരാട്ടങ്ങൾ, രാഷ്ട്രീയമായ പോരാട്ടങ്ങൾ ഒക്കെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു. ഏതെങ്കിലും ഇപ്പോൾ എല്ലാ പക്ഷേ മുനമ്പം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ശ്രീ എ സമ്പത്ത്, മുനമ്പം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലല്ലാതെ മറ്റൊരു നിലപാടും എടുക്കാൻ കഴിയുകയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് സ്വാഭാവികമായിട്ടും സഭ എത്തിയിരിക്കുന്നു. അതാണല്ലോ വിഷയം. അല്ലല്ല, വഖഫ് നിയമ ഭേദഗതി എന്നുള്ളത് ഇന്ത്യയിൽ BJP-യുടെ ഒരു പ്രത്യേക അജണ്ടയുണ്ട്. എന്താണ്? സാരേ മുസൽമാൻ ആപ്കി ദുഷ്മൻ ഹേ, ഈ രാജ്യത്തിലെ എല്ലാ മുസൽമാന്മാരും നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് മറ്റുള്ളവരോട് അത്തരത്തിൽ ഉദ്ഘോഷിക്കുന്നതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞല്ലോ, വേഷം കണ്ടാൽ അറിഞ്ഞുകൂടെ ഭീകരവാദികളെ എന്ന് ചോദിച്ചത്. ഇപ്പോ ഈ വെട്ടിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ഈ ചർച്ച നടക്കുന്ന വേളയിലും ഒരു കാര്യം, ബുദ്ധഗയയിൽ എന്താണ് നടക്കുന്നതെന്ന് BJP നേതാക്കളൊന്ന് ആലോചിച്ച് നോക്കണം. ബുദ്ധഗയ എന്നുള്ളത് ശ്രീബുദ്ധന്റെ ഏറ്റവും പരിപാവനമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള 4 കേന്ദ്രങ്ങൾ ലോകത്തിൽ അത്തരത്തിൽ വിഖ്യാതമായിട്ടുള്ളത്. ബുദ്ധഗയയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? എങ്ങനെയാണ് വന്നത്? അവിടെ നിന്ന് അവർ വിട്ടൊഴിയണമെന്ന് ബുദ്ധ സന്യാസിമാർ അവിടെ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല ഭാഗത്തു നിന്നും ബുദ്ധമതാനുയായികളും ബുദ്ധ സന്യാസിമാരും ഒഴുകുകയാണ്. എവിടേക്ക്? ബുദ്ധഗയയിലേക്ക്. ഞങ്ങളിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കപ്പെട്ടത് അല്ലേ? അപ്പോ ഇവിടെ BJP ഇങ്ങനെ ഒരു ഭൂതത്തെ കുടത്തിൽ നിന്ന് തുറന്നു വിട്ടത് മറ്റുള്ളവരെല്ലാം ആ ഭൂതം ഗ്രസിച്ചുകൊള്ളും എന്നാണ് വിശ്വസിച്ചിരുന്നത് എങ്കിൽ അവർ വാസ്തവത്തിൽ തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. ഈ രാജ്യത്തിന്റെ അടിത്തറയാണ് തകർക്കുന്നത്. അത് തകർക്കുക എന്നുള്ളത് അവരുടെ പരമമായ ലക്ഷ്യമാണ്. ഈ ഭരണഘടനയെ തന്നെ നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ പരമമായ ലക്ഷ്യമാണ്. ഇതിനെതിരായിട്ടുള്ള പോരാട്ടം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് നടത്തേണ്ടതാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ ലീഗ് എന്നോ കേരള കോൺഗ്രസ് എന്നോ BJP എന്നോ എന്നൊന്നുമില്ല. ഞാൻ ഈ രാജ്യത്തിലെ ഭരണഘടന, രാജ്യത്തിന്റെ ഭരണഘടനയാണ് നമ്മുടെ അടിസ്ഥാന തത്വം, നമ്മുടെ മൂലഗ്രന്ഥം. അതാണ്. ഇതിലാണ് നമ്മൾ